ഈ 2018 ആ ഇൻഫെക്ഷനെ കുറിച്ചും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് ഡോക്ടർ ഒന്ന് ഓർത്തൊന്ന് പറയാൻ പറ്റുമോ? പേരാമ്പ്രയ്ക്കടുത്ത് സൂപ്പിക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ രോഗം കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത്. സാബിത്ത് എന്ന ഒരു വ്യക്തി ശക്തമായ പനിയും ചുമയും ഒക്കെ വന്നിട്ട് അയാളെ പേരാമ്പ്ര ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അന്ന് രോഗം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റിയില്ല. അവിടെ ക്രിട്ടിക്കൽ കെയറിൽ ഡോക്ടർ അനൂപ് കുമാറിനാണ് ഈ രോഗം നിപ്പ ആവാം എന്നുള്ളൊരു സംശയം വരികയും ഇദ്ദേഹത്തിൻ്റെ സ്രവങ്ങൾ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് മംഗലാപുരത്തേക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്കും അയച്ചു. സാധാരണ നമ്മൾ ഈ റേബിസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അത് സൂര്യപ്രകാശം അടിച്ചാൽ ഉടനെ തന്നെ അത് ഡീആക്ടിവേറ്റഡ് ആവും. ഈ നിപ്പയുടെ കേസിൽ എങ്ങനെയാണിത്? ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്? ഇത് ശരീരത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ സിംറ്റംസ് ലക്ഷണങ്ങളാണ് പ്രകടമായിട്ട് വരുന്നത്? റേബിസ് വളരെ വർഷങ്ങളായിട്ട് കേരളത്തിലെ ജനതയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൂനോട്ടിക് ഡിസീസാണ്. കൃത്യമായ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളും കൃത്യമായ വാക്സിനേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ പോലും റേബിസ് നിരന്തരം കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ നമ്മളെന്താ ചെയ്യുന്നത്? സോപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസിനുള്ള കൊഴുപ്പിൻ്റെ ആവരണം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈറസ് ജീവനോടെ ഉണ്ടാവില്ല. അല്ല, 10-20 ആനിമൽസിന് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ത്രീ ഒരു നായ കടിച്ചത് ഒരു സീരിയസ് ആയിട്ട് കണ്ടില്ല. റേബീസ് ഒരു വൈറസ് രോഗമാണ്. ഒരു RNA വൈറസാണ്. RNA വൈറസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അതൊരു സ്റ്റേബിൾ അല്ല. ഇന്ത്യ ഈസ് എൻഡമിക് ഫോർ റേബീസ്. കേരളത്തെ പോലെ ആരോഗ്യ മേഖലയിലൊക്കെ ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനത്ത് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തീർത്തും വേദനാജനകമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ NN ശശി, മുൻ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ. കേരളത്തിൽ പൊതുവെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച വളരെ സജീവമായിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഏതൊക്കെ ഡിസീസാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൂണോട്ടിക് ഡിസീസ്. പ്രധാനമായിട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗത്തെയാണ് നമ്മൾ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഈ സൂണോട്ടിക് ഡിസീസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് റേബിസും അതുപോലെ നിപ്പ വൈറസുമാണ്. ഈ നിപ്പയെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഈ നിപ്പയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ നീനാകുമാറുണ്ട്. ഡോക്ടർ നീനാകുമാർ മൃഗസംരക്ഷണ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം കോഴിക്കോട് ഈ നിപ്പ വൈറസ് ഇൻഫെക്ഷൻ്റെ സമയത്ത് വളരെ സജീവമായിട്ട് പങ്കെടുത്ത ആളാണ്. 40 വർഷത്തോളം ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ നീനാകുമാറിനെ ഈ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിസ്കഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നീനാകുമാർ, പ്ലീസ്. നമസ്കാരം. താങ്ക് യു ഡോക്ടർ ശശി. നമുക്കറിയാം, ഈ നിപ്പ വളരെ കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കിയ ഒരു സമയമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് തുടക്കത്തിൽ എന്തെന്നും അറിയാതെ ആളുകൾ ആകെ ഒരു വളരെ അസ്വസ്ഥമായ ഒരു സമയമായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് ഈ 2018 ആ ഇൻഫെക്ഷനെ കുറിച്ചും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് ഡോക്ടർ ഒന്ന് ഓർത്തൊന്ന് പറയാൻ പറ്റുമോ? 2018 മെയ് മാസത്തിൽ പേരാമ്പ്രയ്ക്കടുത്ത് സൂപ്പിക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചു. അവിടെ ഒരു വ്യക്തി, സാബിത്ത് എന്ന ഒരു വ്യക്തി ശക്തമായ പനിയും ചുമയും ഒക്കെ വന്നിട്ട് അയാളെ പേരാമ്പ്ര ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് മസ്തിഷ്ക ജ്വരം കൂടി വന്നതോടെ അവർ ആ രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്തു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഈ ബ്രെയിൻ സിംറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? നെർവസ് സിംറ്റംസ് ആയിരുന്നു ആദ്യമായിട്ട്. മസ്തിഷ്ക ജ്വരം, എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് അതായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് രോഗം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സാലിഹിനും ഇതേ സമാനമായ രോഗം പിടിപെടുകയും ഇതേ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച സാലിഹിനെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അവിടെ ക്രിട്ടിക്കൽ കെയറിൽ ഡോക്ടർ അനൂപ് കുമാറിനാണ് ഈ രോഗം നിപ്പ ആവാം എന്നുള്ളൊരു സംശയം വരികയും അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിച്ചു. അദ്ദേഹം അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ സ്രവങ്ങൾ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് മംഗലാപുരത്തേക്കും തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്കും അയച്ചു.
അവിടെ നിന്ന് കൺഫർമേഷൻ വന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനകം തന്നെ ആദ്യത്തെ രോഗി ഇൻഡെക്സ് പേഷ്യൻ്റ് സാബിത്തിൻ്റെ പരിചരിച്ച് ഒരു നേഴ്സുണ്ട് ലിനി, അവർക്കും ഒരു 16 പേർക്കും കൂടി ഈ രോഗം പകർന്നു നൽകിക്കൊണ്ടാണ് പറയുന്നില്ല. ഇല്ല, അപ്പം നിപ്പ എന്ന് പറയാറായിട്ടില്ല. പക്ഷേ ഈ എൻസെഫലൈറ്റിസിൻ്റെ സിംറ്റംസ് ഉള്ള ഈ രോഗം ഈ 16 പേരിൽ അന്ന് കണ്ടു. സാബിത്ത് അടക്കം 17 പേര് മരണപ്പെടുകയുണ്ടായി. 2 പേര് കൃത്യമായ ചികിത്സ നൽകിയതുകൊണ്ട് അവർ 2 പേരും രക്ഷപ്പെടുകയും ചെയ്തു. 2 പേരും രക്ഷപ്പെട്ടു. ഇവരെ ചികിത്സിക്കാനായിട്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നും മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് സംഘടിപ്പിച്ചു. അത് വില കൂടിയ മരുന്നാണ്. അത് സംഘടിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് ഇവർ രക്ഷപ്പെട്ടത്. എന്നാലും 16ഓളം പേര് തുടർന്ന് സാബിത്തിനെ തുടർന്ന് 16 പേരും മരണപ്പെടുകയുണ്ടായി. ആക്ച്വലി പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത എങ്ങനെയാണ് നിങ്ങളിത് ഹാൻഡിൽ ചെയ്ത്? ലോകത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് മലേഷ്യയിൽ ടോഡിപാം പ്ലാന്റേഷൻസിൽ അതിനോട് സമീപമുള്ള വാസികൾക്കാണ് ഈ രോഗം. കള്ള് വ്യവസായം, നമ്മുടെ നാട്ടിൽ കള്ള് വ്യവസായം. തുടർന്ന് ഇന്ത്യയിൽ 2001 2007 വെസ്റ്റ് ബംഗാളും ഫിലിബിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ റിപ്പോർട്ട് ചെയ്തു. 2001 45 പേരും 2007 5 പേരും മരണപ്പെടുകയുണ്ടായി. ശരിക്കും മലേഷ്യക്ക് ശേഷം നമ്മൾ കാണുന്നത് പശ്ചിമ ബംഗാളിലാണ്. അതെ, പശ്ചിമ ബംഗാളിൽ 41ഓളം രോഗങ്ങൾ 45 സ്ഥിരീകരിക്കുകയും അതിനകത്ത് ഈ പറയുന്ന ആളുകൾ മരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ബംഗ്ലാദേശിൽ ഇത് ഇടയ്ക്കിടെ കണ്ടുവരുന്ന രോഗമാണ്. ഈ കള്ള് കുടിക്കാൻ വവ്വാലുകൾ വരുന്നുണ്ട്. ആ വവ്വാലുകൾ കുടിച്ചതിന് ശേഷം ബാക്കി വരുന്ന കള്ള് കഴിച്ചവരിലാണ് ഈ രോഗം അവിടെയൊക്കെ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഈ വവ്വാല് മദ്യപിക്കാനായിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കണക്കാക്കാം. ഇതിൻ്റെ സ്രവങ്ങൾ വഴിയാണോ ഈ ആക്ച്വലി ഈ നിപ്പ വൈറസ് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്തത്? പഴന്തീനി വവ്വാലുകളിൽ അതൊരു നാച്ചുറൽ ഹോസ്റ്റാണ്. പക്ഷേ അവയ്ക്ക് ഒരു സ്ട്രെസ് വരുന്ന സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് പ്രസവിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ബ്രീഡിംഗ് സീസണിൽ ഈ കൂടുതലായിട്ട് ഈ വൈറസിനെ ഇത് പുറത്തുവിടുന്നുണ്ട്. വൈറസ് ഷെഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, അതിൻ്റെ തനതായ ആവാസ വ്യവസ്ഥയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർ സ്ട്രെസ്സിലാണ്, കൂടുതലായി വൈറസിനെ എക്സ്ക്രീറ്റ് ചെയ്യും. ഇതെങ്ങനെയാണ് ആക്ച്വലി ഇത് മനുഷ്യരിലേക്ക് വരുന്നത് വവ്വാലുകളിലൂടെ തന്നെയാണ്. വവ്വാലുകളുടെ സ്രവങ്ങളെല്ലാം തന്നെ ഇത് ഇൻഫെക്റ്റീവാണ്. വവ്വാലുകൾ കടിച്ച് ഭക്ഷിച്ച് ഉപേക്ഷിച്ച് പോയ പഴങ്ങളോ അല്ലാതെ വവ്വാലുകൾ പഴങ്ങൾ കടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ യൂറിൻ അല്ലെങ്കിൽ ഡ്രോപ്പിങ്സ് മറ്റു പഴങ്ങളിൽ വീഴുമ്പോഴൊക്കെ തന്നെ അവയിലൊക്കെ തന്നെ ഈ വൈറസ് രോഗവാഹകരായി ഉണ്ടാവും. ഇത് ഏത് സീസണിലൊക്കെയാണ് നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അഥവാ അങ്ങനെ എന്താണ് ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് വവ്വാലിൻ്റെ കാഷ്ടം വീണ ഫ്രൂട്ട്സ് ആണോ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റുമോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടറുടെ ഒരു അഭിപ്രായം എന്താണ്? ഏത് സമയത്താണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ഏകദേശം നമുക്കൊന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നത് നല്ലതായിരിക്കും. ഇത് എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസ് നടത്തിയപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഫെബ്രുവരി ടു മെയ് ആണ് അവരുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. വവ്വാലുകൾ സസ്തനികളാണ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ ഒരുപാട് വൈറസ് ഇത് ഷെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഴത്തിൻ്റെ പുറം തൊലിയിൽ ഈ വൈറസുകൾ ഉണ്ടാവും. 5-6 ദിവസം തന്നെ അത് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മളത് കുറച്ച് ശീതീകരിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാലം ഈ വൈറസ് അവയിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ പഴങ്ങൾ ഏറ്റവും കൂടുതലുള്ളൊരു സമയമാണ് ഈ ഡോക്ടർ പറഞ്ഞ ഈ സമയം. അപ്പോൾ പഴങ്ങൾ കൂടുതലുള്ള സമയത്ത് ഇതിൻ്റെ ബ്രീഡിങ് കൂടുതലായിട്ട് നടക്കുകയും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ആക്ച്വലി കൂടുകയാണോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആളുകൾ നന്നായിട്ട് പഴം കഴിക്കുന്ന, ഇപ്പോൾ ഹെൽത്തിന് കോൺഷ്യസ് ഒക്കെ ഉള്ളതുകൊണ്ട് പഴമൊക്കെ വാങ്ങിച്ച് നേരിട്ട് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ കഴിക്കുന്ന ആളുകളെ കുറിച്ച് എന്താണ് പറയേണ്ടത്? ഈ പഴങ്ങൾ നമുക്ക് നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്ത് സ്ക്രബ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാം.
പിന്നെ തൊലി ചെത്തിയും ഉപയോഗിക്കാം. പക്ഷെ അപ്പോഴും അതെ, ഈ നമ്മൾ ചെത്താൻ ഉപയോഗിക്കുന്ന കത്തി നമ്മുടെ കൈകളിലൊക്കെ തന്നെ ഇതിൻ്റെ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും, അണുബാധ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പഴങ്ങൾ കഴുകിയതിന് ശേഷം നമ്മുടെ കൈകളും കത്തിയും ഒക്കെ തന്നെ കട്ടിംഗ് ബോർഡ് അടക്കം സോപ്പും ലായനി ഉപയോഗിച്ച് കഴുകണം. നന്നായിട്ട് കഴുകിയാൽ മാത്രമേ നമ്മുടെ കൈകളിൽ നിന്നൊക്കെ ഈ വൈറസ് ഇല്ലാതാവുള്ളൂ. ഈ അന്തരീക്ഷത്തിൽ ഈ വൈറസ് എത്ര നേരം നിൽക്കും? സാധാരണ നമ്മൾ ഈ റേബിസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അത് സൂര്യപ്രകാശം അടിച്ചാൽ ഉടനെ തന്നെ അത് ചത്തുപോകുന്നതായിട്ട് കാണാം, ഡീആക്ടിവേറ്റഡ് ആവും. ഈ നിപ്പയുടെ കേസിൽ എങ്ങനെയാണിത്? ഏകദേശം ഒരു 80-100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ തിളപ്പിച്ചാൽ മാത്രമേ ഈ വൈറസ് നശിച്ചു പോകുന്നുള്ളൂ. വൈറസിനെ പോലെയല്ല, റേബിസ് വൈറസിനെ പോലെയല്ല. അപ്പോൾ 6-7 ദിവസം വരെ ഈ പഴങ്ങളിൽ അതേപോലെ തന്നെ വൈറസിന് നിലകൊള്ളാനുള്ള കഴിവ് ഈ വൈറസിനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള മാമ്പഴം കൊണ്ട് അതുപോലെയുള്ള പഴങ്ങളൊക്കെയാണെന്നുള്ള ഈ മരത്തിൻ്റെ താഴെ വീണ് കിടക്കുന്ന പഴം എടുത്ത് അപ്പം തന്നെ കഴിക്കുന്ന ഒരു ശീലം സാധാരണ നാട്ടിൻപുറത്തൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ലൈഫിൽ അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ലെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് എന്താ ഡോക്ടറുടെ അഭിപ്രായം? അങ്ങനെ കുട്ടികളോടുള്ള അഡ്വൈസ്. വീണ് കിടക്കുന്ന പഴങ്ങളൊക്കെ തന്നെ ഇൻഫെക്റ്റീവാണ്. മലേഷ്യയിൽ ആദ്യം സംഭവിച്ചത് വവ്വാലുകൾ കടിച്ച് ഉപേക്ഷിച്ച പഴങ്ങളും അല്ലാത്ത മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് പോയ പഴങ്ങളും എല്ലാം തന്നെ എടുത്തിട്ട് അവർ പന്നികൾക്ക് തീറ്റയായി കൊടുത്തു. അങ്ങനെ പന്നികളിലും കൂടി ഈ വൈറസ് ബാധ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം തന്നെ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം മാത്രം, ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ പഴങ്ങൾ ഭക്ഷിക്കാവൂ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ബ്രീഡിങ് സീസണിൽ ഏറ്റവും കൂടുതൽ പഴമുള്ള സമയത്ത്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ കോഴിക്കോട് വന്ന ഈ ആക്ച്വലി അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് ഈ പഴം കഴിച്ചിട്ടാണോ അതെയോ മനുഷ്യൻ തമ്മിലുള്ള ഇൻഫെക്ഷൻ, അതാണ് ഇതിനകത്ത് എവിടെയാണ് ആക്ച്വലി കൂടുതൽ സാധ്യത? അല്ലെങ്കിൽ കോഴിക്കോടത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ മറ്റു മനുഷ്യരിലേക്ക് പടരാൻ വളരെ സാധ്യതയുള്ളൊരു രോഗമാണ് നിപ്പ വൈറസ്. മോർബിഡിറ്റി മൊർട്ടാലിറ്റിയും 70% മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ഇത് രോഗം പകരുന്നത് വളരെ കൂടുതലാണ്. ഈ പഴങ്ങൾ മാത്രമല്ല, നമ്മൾ ഈ വാഴക്കുലയുടെ കൂമ്പിൽ നിന്നും വരുന്ന ഒരു അതിന്റെ ഫ്ലവർ വരുന്ന തേൻ നമ്മൾ ചെറുപ്പകാലത്ത് ഇത് കഴിച്ചിരുന്നു. അതുപോലും ഇൻഫെക്റ്റീവ് ആവും. അപ്പോൾ ഇത് കാര്യം ഒരു ട്രീറ്റ്മെന്റിനും വിധേയമാകാതെ നമ്മൾ ഡയറക്റ്റ് എടുത്ത് കഴിക്കുകയാണ് ചെയ്ത്, കഴുകാനൊന്നും നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് വവ്വാലിന് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണിത്. അപ്പോൾ അതും കഴിക്കുന്നത് വളരെ ഇപ്പോഴത്തെ കുട്ടികൾ ഇത് കഴിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്തൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാഴക്കൂമ്പ് പൊട്ടിച്ചിട്ട് അതിനകത്ത് നിന്ന് തേൻ കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ ഇൻഫെക്ഷനൊക്കെ ഉള്ള സമയത്ത് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഈ ഹോസ്പിറ്റലിലേക്ക് ഉള്ള അഡ്മിഷൻസ് കൂടി ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ കുറച്ച് പേര് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു പ്രധാനമായും റെസ്പിറേറ്ററി സിസ്റ്റവും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ ചികിത്സകളൊന്നുമില്ല, സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പരീക്ഷിക്കാവുന്നത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ഓസ്ട്രേലിയയിൽ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഓസ്ട്രേലിയയിൽ നിന്ന് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് 2 പേരെങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. 1998 മലേഷ്യയിൽ കണ്ട ഈ രോഗത്തെക്കുറിച്ച് ധാരാളം റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ടാവും. ഈ മേഖലകളിൽ ലോകം മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ അഡ്വാൻസ്മെൻ്റാണ് ഈ നിപ്പയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് വന്നിട്ടുള്ളത്? ഫോർ എക്സാമ്പിൾ WHO റെക്കമെൻഡേഷൻ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഇതിനില്ല. നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിക്കാമെന്ന് മാത്രം. അത് പൂർണ്ണമായിട്ടും രോഗശമനം നൽകുമെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു കൃത്യമായ ഒരു വാക്സിനും നമുക്ക് നിപ്പ വൈറസിനെതിരെ കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല.
പിന്നെ ഇപ്പോൾ ലഭ്യമാകുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡി ഉപയോഗിച്ചിട്ട് അത് വേറെ പല അസുഖങ്ങൾക്കും എഫക്റ്റീവാണ്. ആ ഒരു സാഹചര്യത്തിൽ നിപ്പോയ്ക്ക് വേറെ ഒരു മാർഗ്ഗമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ നിപ്പോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി ഉപയോഗിച്ചത്. അത് ഏത് രാജ്യമാണ് ഉപയോഗിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഡിസ്ക്രിപ്റ്ററി പവറാണ് അത് ഉപയോഗിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ളത്. ഈ നിപ്പ നമ്മൾ വളരെ വിശദമായിട്ട് ഏകദേശമൊക്കെ സംസാരിച്ചെന്ന് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. രണ്ടാമത്തെ ഇഷ്യൂ, ഇത് ശരീരത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ സിംറ്റംസ് ലക്ഷണങ്ങളാണ് പ്രകടമായിട്ട് വരുന്നത്. നിപ്പ വൈറസ് ഇതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പഴങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സ്രവങ്ങളിൽ നിന്നോ നമ്മുടെ ശ്വാസകോശത്തിലേക്കാണ് ആദ്യം വരുന്നത്. അതെ, ആദ്യം ബാധിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ്. പിന്നെ അവിടുന്ന് ക്രമേണ അത് ബ്രെയിനിലേക്കും പോവും. അങ്ങനെയാണ് മസ്തിഷ്ക ജ്വരം വരുന്നത്. നല്ല രോഗിക്ക് നല്ല ചുമയും ഛർദി ഒക്കെ തന്നെ ഉണ്ടാവും. ഇതെല്ലാം തന്നെ ഇൻഫെക്റ്റീവാണ്. ഛർദി അടക്കം ഇൻഫെക്റ്റീവാണ്. ആ സമയത്ത് ഈ നെർവസ് സിംറ്റംസ് കണ്ടപ്പോൾ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ആണോ എന്നൊക്കെ ആളുകൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതൊന്നും അല്ല എന്ന് കൺഫേം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്താണെന്നൊക്കെ അന്നൊരു ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഈ റെസ്പിറേറ്ററി സിംറ്റംസും ഈ നെർവസ് സിംറ്റംസും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു സീക്വൻസിങ് എങ്ങനെയാണ്? ആദ്യം റെസ്പിറേറ്ററി സിംറ്റംസ് ആണ്, പിന്നീടാണ് മസ്തിഷ്ക ജ്വരമായിട്ട് മാറിയത്. അപ്പോൾ ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഇത് സമാനമായ രോഗങ്ങളൊക്കെ തന്നെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടർ അനൂപിനാണ് ഇങ്ങനെ ഒരു സംശയം ആദ്യം വന്നത്. ഇതായിരിക്കാം എന്ന്. കാര്യം ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നേരിട്ട് എക്സ്പീരിയൻസ് അന്ന് വരെ കേരളത്തിൽ ആരും തന്നെ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഇത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ജനം വളരെ പരിഭ്രാന്തരായി. നമ്മുടെ ഭരണകൂടം ഉടനെ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചു. ജനം വളരെ പരിഭ്രാന്തരായി. സ്ട്രിക്റ്റ് ക്വാറന്റൈൻ, ആ സൂപ്പിക്കട എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് തന്നെ ആ ഒരു വാഹനം പോലും കടത്തിവിടാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബന്ധുക്ക് സാധാരണ കോർഡൺ ചെയ്തു. ശരിക്കും കോർഡൺ ചെയ്തു. ഈ വീട്ടിൽ രോഗം ബാധിക്കാത്ത 2 പേരുണ്ട്. സാബിത്തിന്റെ ഉമ്മയും സഹോദരനും. അവർക്ക് ഭക്ഷണം എത്തിക്കുന്നത് അവർ വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ മതിലിനെ കൊണ്ടുവച്ചിട്ട് സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകർക്ക് തിരിച്ചു പോകുന്ന അങ്ങനെയാണ്. വല്ലാത്തൊരു ഒറ്റപ്പെടലാണ്. തീർച്ചയായും വല്ലാത്ത ഒറ്റപ്പെടലാണ്. ബസ്സുകളിൽ ആളില്ല, യാത്ര ചെയ്യാൻ ആളില്ല. ഈവൻ UAE ഗവൺമെൻറ് ട്രാവൽ ബാൻ അവരുടെ സിറ്റിസൻസിനോട് UAEയിലേക്ക് കേരളത്തിലേക്ക് വരരുത് എന്ന് ഒരു നിർദ്ദേശവും കൂടി കൊടുക്കുകയുണ്ടായി. അത്രയും ഭീകരമായിരുന്നു അവസ്ഥ. ഇത് ശരിക്കും ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ കയറുന്ന കടകളെല്ലാം അടച്ചു, സിനിമാ തിയേറ്ററുകൾ അടച്ചു, ബാർബർ ഷോപ്പുകൾ അടച്ചു, ഹോസ്പിറ്റൽസ് വളരെ റെസ്ട്രിക്റ്റഡായിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് ഇത് കേരളത്തെ ശരിക്കും ഞെരിച്ച് കളഞ്ഞു അല്ലേ? ആക്ച്വലി കേരളത്തെ പിടിച്ച് ഒലച്ചതൊരു രോഗം തന്നെയാണ്. കാര്യം സിനിമാ തിയേറ്റർ തുടങ്ങിയിട്ടുള്ള പബ്ലിക് പ്ലേസസ് എല്ലാം തന്നെ അടച്ചുപൂട്ടാൻ ഗവൺമെൻറ് ഉത്തരവിട്ടു. പിന്നെ ആകെ ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകർക്കും മാത്രമാണ്, അതുപോലെ എമർജൻസി സ്റ്റാഫ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകൾ, അങ്ങനെ അവർക്കൊക്കെ മാത്രമേ പ്രവർത്തിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ കാണാത്തൊരു കാര്യമുണ്ട്. ഈ ഹെൽത്ത് വർക്കേഴ്സ്, അതുപോലെ ഡോക്ടർമാർ, നേഴ്സുമാർ, ഇവർ ഈ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അവരുടെ കുടുംബം ഭീകരമായ ഒരു മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. പിന്നീട് അപ്പോഴാണ് പിന്നെ നമ്മൾ PPE കിറ്റ് ധരിച്ചിട്ട് രോഗിയെ സമീപിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം അങ്ങനെ കുറച്ച് ധൈര്യമാണ് ഉണ്ടാവാനൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിന് ഈ നിപ്പ ബാധിച്ച് മരിച്ച രോഗികളുടെ ശവം മറവ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായി. ഇതൊക്കെ ഡെഡ് ബോഡി ഈസ് ഇൻഫെക്റ്റീവ്. കാര്യം ഈ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ തിരുവനന്തപുരംകാരനായ കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു ഡോക്ടർ ഗോപകുമാറുണ്ട്, ഹെൽത്ത് സർവീസിലെ ഡോക്ടർ. അദ്ദേഹം വന്ന് കോഴിക്കോട് കോർപ്പറേഷനിലാണ് ജോലി ചെയ്തത്. ഗോപകുമാറിൻ്റെ സേവനം ഒരിക്കലും കോഴിക്കോടുകാർക്ക് മറക്കാൻ പറ്റില്ല. കാര്യം ഈ ഡെഡ് ബോഡികൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കളില്ല. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അത് യഥാവധി സംസ്കരിക്കാൻ ഡോക്ടർ ഗോപകുമാർ നേരിട്ട് മുന്നിട്ടിറങ്ങിയിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയസിൻ്റെയും ചാനലുകളുടെയും ധാരാളമായിട്ടുള്ള
പ്രസൻസ് ഉണ്ട്. അപ്പോൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ, വ്യക്തമായ മെസ്സേജുകൾ ഈ മീഡിയയും ചാനലുകളൊക്കെ നൽകിയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങൾക്ക് അതാത് സമയത്ത് കൃത്യമായ മെസ്സേജുകൾ എത്തുന്നതിനും കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാക്കാതെ എന്നാൽ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വളരെ സ്തുത്യർഹമായ ഒരു സേവനമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. the public health system. ഇപ്പോൾ ഈ നമ്മുടെ നിപ്പയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ നിപ്പയുടെ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണ്, എങ്ങനെ മനുഷ്യരിലേക്ക് വരുന്നു, അതിൻ്റെ രോഗലക്ഷണങ്ങളാണ്. ഇത്ര നേരം നമ്മളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ നീനാകുമാറാണ്. നീനാകുമാർ ഈ സമയത്ത് കോഴിക്കോട് ജോലിയിൽ ഇരിക്കുകയും ഇതിനകത്ത് ധാരാളമായിട്ട് ഇൻവോൾവ് ചെയ്യുകയും ഓരോ ഇഷ്യൂസിലും അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഡോക്ടർ നീനാകുമാറാണ്. വേറെ ഒരു നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ സംസാരിച്ചതാണ് റേബീസ് വളരെ വർഷങ്ങളായിട്ട് കേരളത്തിലെ ജനതയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൂനോട്ടിക് ഡിസീസാണ്. നിപ്പയെ പോലെയല്ല, കൃത്യമായ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളും കൃത്യമായ വാക്സിനേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ പോലും റേബീസ് നിരന്തരം കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് അറിയാം, ഡോക്ടർക്കറിയാം, ഈ കോഴിക്കോട് മലമ്പ്രദേശത്ത് നിന്ന് ധാരാളം കുറുനരികളൊക്കെ വന്നിട്ട് അവിടുത്തെ പശുവൊക്കെ കടിച്ചതായിട്ട് എനിക്ക് എൻ്റെ സർവീസ് ഇരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായതായിട്ട് എൻ്റെ ശ്രദ്ധപ്പെടുന്നത്. ഡോക്ടർ, ആക്ച്വലി എന്താണ് ഈ റേബീസ് ഒരു വൈറസ് രോഗമാണ്. ഒരു RNA വൈറസാണ്. RNA വൈറസ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പ്രത്യേകത അതൊരു സ്റ്റേബിൾ അല്ല. റേബീസ് ഇന്ത്യ ഈസ് എൻഡമിക് ഫോർ റേബീസ്. നമ്മുടെ ഇവിടെ കാലാകാലങ്ങളിൽ റേബീസ് ഉണ്ട്. നേരെ മറിച്ച് ദ്വീപ് രാഷ്ട്രങ്ങളായ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ റേബീസ് നിയന്ത്രിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മുടെ രാജ്യം അങ്ങനെ ഒരു ദ്വീപ് രാജ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പ്രയാസമാണ്. റേബീസ് അല്ലെങ്കിൽ പേവിഷബാധ കേരളത്തെ പോലെ ആരോഗ്യ മേഖലയിലൊക്കെ ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന, സാക്ഷരതയിൽ ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇത് തീർത്തും വേദനാജനകമാണ്. പലപ്പോഴും ഈ രോഗം വരുന്നത് അശ്രദ്ധ കൊണ്ടതാണ്. ഒരു നായയുടെ അല്ലെങ്കിൽ നായകൾക്ക് മാത്രമല്ല, നായ, പൂച്ച, കീരി, മരപ്പട്ടി, ഇതിനൊക്കെ തന്നെ റേബീസ് വരാം. ഇതിന്ന് പശുവിലേക്കും ആടുകളിലേക്കും ഒക്കെ തന്നെ റേബീസ് വരാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കടി ഏറ്റു കഴിഞ്ഞാൽ കൃത്യമായ ഒരു പ്രോട്ടോക്കോൾ പാലിച്ചേ പറ്റൂ. ഒരു മുറിവ് നായയുടെ കടിയോ പൂച്ചയുടെ മാന്തലോ ഒക്കെ തന്നെ ഇത് നമ്മൾ വളർത്തുന്നാലും തെരുവ് നായകളാണെങ്കിൽ പോലും നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒരു 20 മിനിറ്റോളം റണ്ണിങ് ടാപ്പ് വാട്ടറിൽ കഴുകുകയും സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും പിന്നെ അതിന് ശേഷം അണുനാശിനി, അതായത് ആൽക്കഹോളോ പോയിഡോണൈഡിനോ ഒക്കെ വെച്ച് ഒന്ന് ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ഡോക്ടറുടെ സഹായം തേടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക്. ഈ വൈറസിൻ്റെ പ്രത്യേകത, വൈറസിന് പുറത്ത് ഒരു കൊഴുപ്പിൻ്റെ ആവരണമുണ്ട്. ഈ ആവരണം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ നമ്മളെന്താ ചെയ്യുന്നത്? സോപ്പ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൊഴുപ്പ് അങ്ങ് പോകും. അതുപോലെ തന്നെയാണ് ഈ വൈറസിനുള്ള കൊഴുപ്പിൻ്റെ ആവരണം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈറസ് ജീവനോടെ ഉണ്ടാവില്ല. അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് ഒരു 20 മിനിറ്റ് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്തൊരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീ, അവരൊരു ഗുഡ് സാമറിറ്റൻ എന്ന് പറയാം, അവർ തെരുവുനായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ത്രീയാണ്. അതിനിടയിൽ ഒരു തെരുവുനായയുടെ കടി അവർക്ക് ഏറ്റു. പക്ഷെ അത് വളരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു. അവർക്ക് പേവിഷബാധ വരികയും അവർ മരണപ്പെടുകയുണ്ടായി. ഇതൊക്കെ വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. ഒരു സൽപ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത് നമുക്ക് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മൾക്കൊക്കെ തന്നെ അത് തീർച്ചയായും വളരെ കാഷ്വലായിട്ട് അവർ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അല്ല, 10-20 ആനിമൽസിനെ, നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ത്രീ ഒരു നായ കടിച്ചത് ഒരു സീരിയസ് ആയിട്ട് കണ്ടില്ലെന്നുള്ളതാണ്. ചെറിയ കാര്യമാണെങ്കിൽ പോലും
ഈ മൃഗമാണെന്നും അതിനകത്ത് ഇങ്ങനെ അസുഖം സാധ്യതയുണ്ടെന്നൊക്കെ ഒരു ധാരണ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വരത്തില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. വരാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് മാനസികമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനേ പറ്റും. ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതോടെ അനുസരിച്ച് ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു +2 വിദ്യാർത്ഥിനി കണ്ണൂരിൽ, ആ കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ആ കുട്ടി ഒരു തെരുവ് നായയുടെ കടി ഏറ്റു. ഓക്കെ, ചെറിയ മുറിവായിരുന്നു. ആ കുട്ടി ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ഈ നായയെ ഓമനിക്കാനോ തലോടാനോ എന്തിനു നിന്നോ അങ്ങനെയാണ് കടിയേറ്റത്. അതെ അതെ. ഇത് ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രക്ഷിതാക്കളോ അമ്മയോ അച്ഛനോ ചീത്ത പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടി അവിടെ പറഞ്ഞില്ല. ആ മുറിവ് കരിഞ്ഞ് ഉണങ്ങുകയും ചെയ്തു. പിന്നീട് ഈ കുട്ടിക്ക് ഈ റേബീസിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് ഇപ്പോൾ കണ്ണൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ വെച്ചാണ് ഈ രക്ഷിതാക്കൾ ഈ മുറിവ് ഉണങ്ങി തുടങ്ങിയ മുറിവ് ഡോക്ടർ ചോദിച്ചു കാണുന്നതിന്. അപ്പോഴാണ് പറഞ്ഞു, അപ്പോൾ ഈ കുട്ടി സമ്മതിച്ചു എന്നെ ഇങ്ങനെ നായ കടിച്ചിരുന്നു. പക്ഷെ നിവൃത്തിയില്ല, നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഇതൊക്കെ വളരെ തീർച്ചയായിട്ടും കുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ബോധമുള്ളവരായിരിക്കണം. അവർ കൃത്യമായിട്ട് അവരെ രക്ഷിതാക്കളെ അറിയിക്കാനുള്ളൊരു സന്നദ്ധത അവർ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ വീട്ടിലെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ വീട്ടിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേരൻസ്, എന്ത് ഇഷ്യൂസും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെൻറ്റ്. ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് അറിയാമല്ലോ, ഡ്രഗ്സിൻ്റെ കേസ്. ഇത് ആളുകൾ ഇതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ പറയാൻ ഭയപ്പെടുകയാണ്. അപ്പോൾ ഇത് കാണുന്ന കുട്ടികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും വീട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും, കുട്ടികൾക്ക് എപ്പോഴും സംശയങ്ങളുണ്ടാവും. അത് സപ്രസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷം വീട്ടിലുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് പേരൻസാണ്. ഡോക്ടറെ പറഞ്ഞല്ലോ. പിന്നെ വേറെ ഒന്നുള്ളത്, കൃത്യമായിട്ടും വളർത്തുനായ്ക്കളെയും വളർത്തുന്ന പൂച്ചകൾക്കും കൃത്യമായിട്ട് വാക്സിനേഷൻ ചെയ്യുക. അത് വളരെ കർശനമായിട്ട് തന്നെ ചെയ്യുക. പലരും പറയാൻ നേരം ഞങ്ങൾ വീട്ടിനകത്ത് ഇട്ട് വളർത്തുന്ന നായകളാണ്, പൂച്ചകളാണ്, അതുകൊണ്ട് തന്നെ അതിന് പുറത്തുനിന്ന് ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്, തീരെ തുലവും ഇല്ല തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനു വാക്സിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഡോക്ടറോട് ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, തീർച്ചയായിട്ടും വരില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആണ്. പക്ഷേ അങ്ങനെയല്ല. ഇത് അങ്ങനെയും നമ്മൾ ഇത്തരം മൃഗങ്ങളെ വളർത്തുമ്പോൾ അവയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിന് രോഗം വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ എക്സ്പീരിയൻസ് അനുസരിച്ച് 10-40 വർഷം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടറെ സംബന്ധിച്ചോളം ധാരാളം ഇതുപോലുള്ള ഇൻസിഡൻസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ 2-3 കേസുകൾ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എനിക്ക് ഒരു 10-20 കൊല്ലം മുമ്പ് എൻ്റെ വീടിനടുത്തുള്ള ഒരു സാധാരണക്കാരൻ, അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുന്നു, ഇന്നലെ സാധാരണ എൻ്റെ വീട്ടിലൊരു നായയുണ്ട്, ആ നായയെ ഭക്ഷണം കൊടുക്കുന്നത് കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അത് കുറച്ച് നേരം പുറത്ത് വിട്ടതിന് ശേഷം വീണ്ടും അകത്തേക്ക് കയറ്റും. ഇതൊക്കെ ഞങ്ങൾ കൺമുൻപിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്നലെ എൻ്റെ അമ്മയാണ്, ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു, എൻ്റെ അമ്മയാണ് ഇതിന് ഭക്ഷണം കൊടുത്തതും തിരിച്ച് കൂട്ടിലേക്ക് കയറ്റാൻ നോക്കിയപ്പോൾ ഈ നായ ഇവരെ കടിച്ചു. അമ്മയെ കടിച്ചു. അതിന് തൊട്ടടുത്ത് കെട്ടിയിട്ടിരുന്ന ഒരു ആടിനെയും കടിച്ചു. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ ഇതിനെ പിടിച്ച് കൂട്ടിനകത്താക്കി. അപ്പോൾ എന്നെ സമീപിച്ചോ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ചോദിച്ചതാണ്, നിങ്ങൾ റാബീസിന് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ കൺവെട്ടത്തു നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഞങ്ങളുടെ കൺവെട്ടത്തു നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനു വാക്സിനേറ്റ് ചെയ്യണം? പിന്നെ അങ്ങനെയല്ല, ഇതിനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഇതിന് കൂടിൻ്റെ അഴികളുടെ ഇടയിലൂടെ രാത്രി കാലങ്ങളിൽ മറ്റു രോഗം വന്ന പൂച്ചയോ അല്ലെങ്കിൽ നായോ കുറുക്കനോ ഒക്കെ തന്നെ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്യാം. പലപ്പോഴും ഈ രോമത്തിനിടയിൽ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മുറിവ് സംഭവിച്ച് നമ്മൾക്ക് കാണുകയില്ല. എന്തായാലും ഒരു 4 ദിവസം കഴിയുമ്പോൾ നായ മരണപ്പെടുകയും അതിന് മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ റേബീസ് സ്ഥിരീകരിച്ചു. അതിന് മുമ്പ് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിർബന്ധമായിട്ട് അമ്മയ്ക്ക് വാക്സിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ വാക്സിനേഷൻ തുടങ്ങിയിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ സാധാരണ ഈ നായയെ ആളുകൾ ഒന്നിലും ഓടിച്ചിട്ട് അടിച്ചു കൊല്ലുന്ന സംവിധാനമുണ്ട്. ദേഷ്യം വന്നിട്ട് ആളുകൾ അടിച്ചു കൊല്ലും. പക്ഷേ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുതെന്നാണ് അഭിപ്രായം. മാത്രമല്ല, ഈ നായ ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ബോഡിയും ഐസ് പാക്കിൽ
നമ്മുടെ ലാബിൽ കൊണ്ടുപോകണം. കാരണം ഇത് റേബീസ് അല്ലാതെ വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാണ് മരിച്ചതെങ്കിൽ കൃത്യമായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ ബോഡി കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ഈ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അത് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ നായ്ക്ക് റേബീസ് വരത്തില്ല, എനിക്ക് ഒന്നും സംഭവിക്കത്തില്ല, ഇങ്ങനത്തെ ഒരു വിശ്വാസമാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ ഇതുപോലെയുള്ള ഭീകരമായ അസുഖത്തിലേക്ക് പെട്ടുപോകുന്നത്. പിന്നെ പൊതുവെ ഒരു ധാരണയുണ്ട്, തെരുവ് നായ്ക്കൾ മാത്രമേ റേബീസ് വരത്തുള്ളൂ. അല്ല, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഏറ്റവും കൂടുതൽ റേബീസ് കൊണ്ട് ആളുകൾ മരിക്കുന്ന തെരുവ് നായ കടിച്ചിട്ടല്ല, വീട്ടിൽ വളർത്തുന്ന നായയോ പൂച്ചയുടെ കടി കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ റേബീസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, അതിൻ്റെ ഒരു മെക്കാനിസം ഒന്ന് പറയാം. ഇത് പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമ്മുടെ വീട്ടിലെ നായ ആയിരിക്കില്ല നമ്മളെ കടിക്കുന്നത്, അയൽവാസിയുടെ നായ ആയിരിക്കും. ഉദാഹരണത്തിന് പാലക്കാട് വെച്ചിട്ട് ഒരു കോളേജ് വിദ്യാർത്ഥിനി അവർ മരണപ്പെടാനുള്ള കാര്യം അതാണ്, അവരുടെ അയൽവാസിയുടെ നായയാണ് അവരെ കടിച്ചത്. പക്ഷേ അവർ വാക്സിനേഷൻ തുടങ്ങിയിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ അവർ മരണത്തിന് കീഴ്പ്പെടുകയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നായകൾ മാത്രമല്ല, മറ്റ് അയൽവക്കത്തെ നായ നമ്മളെ കടിക്കുകയോ ഒക്കെ ചെയ്താലും തന്നെ നമ്മൾ കൃത്യമായിട്ട് അത് വാക്സിനേഷൻ ചെയ്യേണ്ടതാണ്, വാക്സിനേഷൻ ചെയ്യണം. പിന്നെ പൊതുവെ മൃഗങ്ങളെ കൈകാര്യം ചെയ്തതിന് ശേഷം എല്ലാവരും തന്നെ കൈകൾ സോപ്പിട്ട് കഴുകണം. ഈ പേവിഷബാധ മാത്രമല്ല, പല രോഗങ്ങളും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരാം. ഉദാഹരണത്തിന് ബ്രൂസലോസിസ് വരാം, പിന്നെ മറ്റ് വിരബാധകൾ വരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് തടയണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ശുചിത്വം പാലിച്ചേ മതിയാകും. നമ്മുടെ പേവിഷബാധ ഉള്ള ഒരു മൃഗം മറ്റൊരു മൃഗത്തിനെ, ഉദാഹരണത്തിന് നായയോ പൂച്ചയോ കടിക്കുകയാണെങ്കിൽ അവയുടെ ശരീരത്തിൽ ആ മുറിവിലൂടെ, കട്ട് സർഫസിലൂടെ ഈ രോഗാണുക്കൾ, ഈ രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരാണ് ഏറ്റവും പ്രധാന സ്രോതസ്സ്. ഈ വൈറസുകളുടെ ഏറ്റവും പ്രധാന സ്രോതസ്സ് ഉമിനീരാണ്. ഉമിനീരിലൂടെ ആ മുറിവിലേക്ക് വരുന്നു. ആ മുറിവിൽ നിന്നും കേന്ദ്ര നാഡീ വ്യൂഹത്തിലേക്ക് വരികയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരികയും തലച്ചോറിലെത്തി അത് പെറ്റുപെരുകയും ചെയ്യുന്നു. അങ്ങനെ ആ കടിയുടെ ഇൻറ്റൻസിറ്റിയും തലച്ചോറിൽ നിന്ന് ദൂരത്തിനും അനുസരിച്ച് ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ സമയ വ്യത്യാസം ഉണ്ടാവാം. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ പറയാറുണ്ട്. ഇപ്പം നായ കടിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ സിംറ്റംസ് വരും, അതിന് അങ്ങനെ ഒരു കണക്കുകൾ വല്ലതും ഉണ്ടോ? ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്നോ ഒരു നായ കടിച്ചു, പിന്നീടാണ് ആ പെൺകൊച്ചിന് റേബീസ്. അതിൻ്റെ ഒരു കണക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ആക്ച്വലി? നമുക്കൊരു 4 മുതൽ 7 ദിവസത്തിനകം തന്നെ അതാണ് പൊതുവെയുള്ള ഒരു ഇൻക്യുബേഷൻ പീരീഡ്. പക്ഷേ ചിലത് അതിൽ കുറേ നാളുകൾ കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു നായയ്ക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നതിന് 3-4 ദിവസം മുമ്പ് തന്നെ ഈ വൈറസ് അതിൻ്റെ ഉമിനീരിലൂടെ പുറത്തുവിടുന്നതാണ്. അപ്പോൾ അതിനൊരു 4 ദിവസം മുമ്പും പിന്നെ ഒരു 4-5 ദിവസത്തിനകം തന്നെ രോഗലക്ഷണം പ്രകടമായാൽ 4-5 ദിവസം കൊണ്ട് തന്നെ ഇവ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ 5-4-9 നമ്മൾ സേഫായിട്ടൊരു 10 ദിവസം അതിനെ വാച്ച് ചെയ്യണമെന്ന് പറയുന്നത്. അത് ഒരു നായയുടെ കടി ഏറ്റു കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് അതിന് വേറെ പ്രത്യക്ഷത്തിൽ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആണെന്ന് ഏറെക്കുറെ പറയാം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ നായ റേബീസ് ഉണ്ടെങ്കിൽ ഈ കടിച്ചത് ഒരു 4-5 ദിവസം മുന്നേ ആണെങ്കിൽ അതിൻ്റെ സലൈവയിൽ വൈറസ് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഈ നായ ഒരു 5-6 ദിവസത്തിനുള്ളിൽ ചാവുകയും ചെയ്യണം. അപ്പോൾ നായ ചത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അതിനകത്ത് അതൊരു റേബീസ് ആണെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമ്മൾ പക്ഷേ തുടക്കത്തിൽ ആദ്യത്തെ വാക്സിനേഷൻ ആദ്യത്തെ ദിവസം തന്നെ ചെയ്യണമല്ലോ. കടിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം അല്ലേ? ഇപ്പോഴത്തെ ഒരു പ്രോട്ടോക്കോൾ പ്രകാരം ഏത് നായ നമ്മൾ വളർത്തുന്ന, ഈവൻ വാക്സിനേറ്റഡ് ഡോഗ് ആണെങ്കിൽ പോലും, അപ്പോൾ കടിയേറ്റ് കഴിഞ്ഞാൽ അത് നമ്മൾ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. മാത്രമല്ല ഇത് പണ്ടത്തെ പോലെ അങ്ങനെ പണ്ട് നമ്മുടെ പൊക്കിളിന് ചുറ്റുമായിരുന്നു വാക്സിൻ ചെയ്തത്. അത് നല്ല വേദനയാണ്, 14 ദിവസം നല്ല വേദന. ഇപ്പം അതല്ല, ഇപ്പോൾ വളരെ സേഫായിട്ടുള്ള വാക്സിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഇൻട്രാഡെർമൽ. സെൽ കൾച്ചർ വാക്സിൻ തുടങ്ങിയ സമയത്ത് ഇൻട്രാമസ്കുലർ ആണ് ചെയ്തത്. ഇപ്പം അങ്ങനല്ല, ഇൻട്രാഡെർമലാണ്. ഡോസ് ഒന്നുകൂടി കുറഞ്ഞു, റിയാക്ഷൻസ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടിക്കേണ്ട കാര്യമില്ല. നല്ല ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്, പെയിനും ഇല്ല. അതെ.
അപ്പോൾ ഇത് ശരിക്കും ജനങ്ങൾ ആലോചിച്ച് 100 വർഷം മുന്നേ കണ്ടുപിടിച്ചതാണ്. ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ച വാക്സിൻ പ്രോട്ടോക്കോളാണ്. ഇപ്പോഴും അതിനകത്ത് വാക്സിൻ പ്രൊഡക്ഷൻ്റെ കേസിൽ മാത്രം കുറച്ച് വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഈ റേബിസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കടിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ്, നമ്മളിപ്പോൾ നിപ്പയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് ബ്ലഡിലൂടെ പെട്ടെന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും, ഈ റേബിസ് വൈറസിൻ്റെ പ്രത്യേകത എന്താണ്? അത് നാഡീവ്യൂഹത്തിനെയാണ് ബാധിക്കുന്നത്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ് അത് പോകുന്നത്. ഇമ്യൂണോഗ്ലോബിലിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ആ ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? ഡിപ്പെൻഡിങ് ഓൺ ദ സൈറ്റ് ഓഫ് ബൈറ്റ് ആൻഡ് സിവിയറിറ്റി ഓഫ് ബൈറ്റ്. ഒരു വാക്സിനേറ്റഡ് ആനിമൽ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ സിവിയറിറ്റി ഓഫ് ഡിപ്പെൻഡിങ് ഓൺ ദ സിവിയറിറ്റി ആൻഡ് സൈറ്റ് ഓഫ് ബൈറ്റ്, തലച്ചോറിന് വളരെ അടുത്തുള്ളതൊക്കെ ആണെങ്കിൽ, മുഖത്തൊക്കെയാണ് കടിയെങ്കിൽ തീർച്ചയായിട്ടും ആ മുറിവിന് ചുറ്റും റേബീസ് ഇമ്യൂണോഗ്ലോബുലിൻ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അത് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ റെഡിമെയ്ഡായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആൻറ്റിബോഡികൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ പക്ഷേ നമ്മൾ അല്ലാതെ വാക്സിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര പ്രതിരോധശേഷി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 21 ദിവസമെങ്കിലും എടുക്കും. അതിന് ആ 21 ദിവസം കവർ ചെയ്യാൻ നമുക്ക് ഈ റേബീസ് ഇമ്യൂണോഗ്ലോബിൻ സഹായിക്കും. ആ സൈറ്റ് മുറിവായിക്ക് ചുറ്റും ഉള്ള റേബീസ് വൈറസ് തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്നതിന് മുമ്പ് തന്നെ അവയ്ക്ക് ചുറ്റും വെച്ചിട്ട് നമ്മളതിന് കോഡൺ ചെയ്ത് ഈ റേബീസ് ഇമ്യൂണോഗ്ലോബിൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് അവിടെ വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഈ ആൻറ്റിബോഡി ഈ വൈറസുമായിട്ട് ഇമ്മൊബിലൈസ് ചെയ്യും. അങ്ങനെ ഈ നെർവ് എൻഡിങ്സിലൂടെ റേബീസ് വൈറസിന് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ റേബീസ് വൈറസിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുകയാണ് ഇതുകൊണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഇമ്യൂണോഗ്ലോബുലിൻ കൃത്യമായിട്ടും ഉപയോഗിക്കണം. അത് റേബീസ് വരാനുള്ള സാധ്യത വളരെ ആയിട്ട് കുറയ്ക്കുന്നതാണ്. പിന്നെ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഡോഗിനെ ഞാൻ വാക്സിനേറ്റ് ചെയ്തു, അതിന് ഒരു പേപ്പെട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിന് രോഗം ബാധിക്കില്ല, രോഗലക്ഷണങ്ങൾ കാണിക്കാതെ തന്നെ അത് ഒരു കാരിയറായി നിലനിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഒരിക്കലും ഇല്ല. ഒരു കാരിയർ സ്റ്റേറ്റ് ഡോഗ്സ് പറയുന്നില്ല, പക്ഷേ കാരിയർ സ്റ്റേറ്റ് ഉണ്ട്. എവിടെ? നമ്മുടെ രക്തം കുടിക്കുന്ന വവ്വാലുകൾ നമ്മുടെ രാജ്യത്തില്ല, ഭാഗ്യവശാൽ നമ്മുടെ ഭാഗത്തില്ല. വാമ്പയർ ബാറ്റ്സ് സൗത്ത് അമേരിക്ക ആ പ്രദേശങ്ങളുള്ള രക്തം കുടിക്കുന്ന വവ്വാലുകൾ ഇതിൻ്റെ വാഹകരാണ്. വാക്സിൻ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും ഇത് കാരിയർ ആവത്തില്ല. കൃത്യമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകിയാൽ 100% രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു രോഗമാണ് ഈ റേബീസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കെയറാണ്, നമ്മൾ കൃത്യസമയത്ത് കൃത്യമായ ഡോസിൽ കൃത്യ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഗുണം കിട്ടത്തില്ല. അപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഈ വാക്സിനേഷൻ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. ഡോക്ടർ 2-3 എക്സ്പീരിയൻസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? എൻ്റെ ഒരു സുഹൃത്തിന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നായക്ക്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നായക്ക് വാക്സിനേഷൻ ചെയ്യുന്ന എൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തന്നെയാണ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിൻ്റെ നായക്ക് ഒരു തലയിൽ ഒരു മൂക്കിനടുത്തായിട്ടൊരു മുറിവേൽക്കുകയും അത് തുടർന്ന് പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ എടുക്കുകയും ചെയ്തെങ്കിലും അത് മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു അതിൽ കൾപ്രിറ്റ് ഇതാണ്. ഒന്നുകിൽ വാക്സിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി മോശമാണ്, അല്ലെങ്കിൽ ടെക്നിക്ക് മോശമാണ്. കോൾഡ് ചെയിൻ അതാണ് കീപ്പിംഗ് ക്വാളിറ്റി. കോൾഡ് ചെയിൻ മാനേജ്മെന്റ്. ഇപ്പോൾ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മാതാക്കളിൽ നിന്നും സ്റ്റോക്കിസ്റ്റിലേക്കും പിന്നീട് മെഡിക്കൽ ഷോപ്പുകളിലേക്കും അല്ലെങ്കിൽ ഒക്കെ എത്തുമ്പോൾ കൃത്യമായിട്ട് ആ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തില്ലാണ് ഇവിടെയൊക്കെ നമ്മുടെ ഈ വാക്സിൻ കേടായി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ വാക്സിൻ വാങ്ങാവൂ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. ശരിക്കും ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ വാങ്ങിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ കൃത്യമായിട്ടാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ പോലും ഇതിൻ്റെ വാക്സിൻ പ്രൊഡക്ഷൻ മുതൽ ഇവിടെ വരെയുള്ള ആ കംപ്ലീറ്റ് കോൾഡ് ചെയിൻ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ ഗുണം നമുക്ക് കിട്ടാതെ പോകും. അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെയിൻ മാനേജ് ചെയ്യുന്ന എല്ലാവരും
അത് വളരെ ശ്രദ്ധയോടെ, ഇത് ഒരു മനുഷ്യൻ്റെ ജീവനാണ്, ജീവരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ആ ഒരു താല്പര്യവും കൂടി ഇതിന് ബിസിനസ്സിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഒരു താല്പര്യവും കൂടി ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വില്ലേജ് ഏരിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഈ KSEBിയുടെ പവർ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്രിഡ്ജെല്ലാം വർക്ക് ചെയ്യത്തില്ല. ചില ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു പോകുന്ന സമയത്ത് ഫ്രിഡ്ജും അടച്ചിട്ട് പോകും, ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് പോകും. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ആരും വരത്തില്ലല്ലോ, ഫ്രിഡ്ജ് ഓഫ് ആയാലും കുഴപ്പമില്ലല്ലോ, രാവിലെ വന്നിട്ട് ഓൺ ചെയ്താൽ. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. ഈ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ മാത്രമേ ഈ വാക്സിൻ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസേഷന് അവൈലബിൾ ആവത്തുള്ളൂ. വാക്സിൻ്റെ പൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പൊട്ടൻസി. അപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വാക്സിനേഷൻ നടത്തുമ്പോൾ എഫക്റ്റീവ് അല്ലാതെ വരുന്ന ധാരാളം ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ക്രിയേറ്റീവായിട്ടുള്ള ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വളർത്തുമൃഗങ്ങളിൽ, പ്രത്യേകം വളർത്തുനായകളിലോ പൂച്ചകളിലോ ഒക്കെ തന്നെ വാക്സിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒന്ന് വിരശല്യം ഒഴിവാക്കാനുള്ള മരുന്ന് നല്ലതായിരിക്കും. കാര്യം എന്താ പറഞ്ഞാൽ വിരശല്യം ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ വാക്സിൻ വിരശല്യം ഉള്ളപ്പോൾ ഓവർലോഡ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിക്കൊള്ളുന്നില്ല. ഇത്തരം പ്രതിരോധശേഷി നമ്മൾ ഉദ്ദേശിച്ച പ്രതിരോധശേഷി കിട്ടിക്കൊള്ളുന്നുമില്ല. അപ്പോൾ എപ്പോഴും ഒരാഴ്ച മുമ്പ് ഒന്ന് വിരക്കി മരുന്ന് കൊടുത്തതിന് ശേഷം മാത്രം വാക്സിനേഷൻ ചെയ്യുന്നത്. അതിപ്പോൾ ഏത് വാക്സിനേഷൻ ആണെങ്കിലും, ഏത് വാക്സിനേഷൻ, റേബീസ് മാത്രമല്ല, ഏത് വാക്സിനേഷൻ ആണെങ്കിലും തീർച്ചയായിട്ടും ഒരു 1 വീക്ക് ബിഫോർ അല്ലേ ഈ മരുന്ന് കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, നീനകുമാർ, ഈ നമ്മളിപ്പോൾ റേബീസിനെ കുറിച്ചിട്ടാണല്ലോ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ റേബീസിനെ കുറിച്ചൊരു ധാരണ ഈ പുതിയ ജനറേഷനും പഴയ ജനറേഷനും കൃത്യമായിട്ട് നൽകാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിചാരം, ഒരു ധാരണ. ഡോക്ടർക്ക് എങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും ഈ നമ്മൾ ഇത്ര നേരം സംസാരിച്ച റേബീസിനെ കുറിച്ച് പൊതുവെ ജസ്റ്റ് ഒരു അബ്സ്ട്രാക്റ്റ് പോലെ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ഡോക്ടർ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മുടെ എല്ലാ വളർത്തുനായകളെയും പൂച്ചകളെയും ഒക്കെ തന്നെ കൃത്യമായിട്ട് വാക്സിനേഷൻ ചെയ്യുക. അത് വാക്സിനേഷൻ ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള അവലംബം മടിയും കാണിക്കരുത്. സമൂഹത്തിനോട് കൂടിയുള്ള ഒരു ബാധ്യതയായി നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വാക്സിനേഷൻ ചെയ്യണം. ഇത്ര നേരം നമ്മുടെ കൂടെ ഈ റേബീസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ധാരാളമായിട്ടുള്ള റേബീസ് കേസുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നല്ല ശ്രദ്ധയും കുറച്ച് കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയും നമ്മുടെ മനസ്സിലുണ്ടാവണം. വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ട്രേ ഡോഗ്സ് ആണെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റേബീസ് ആണ് എന്ന് കരുതി തന്നെ അതിനെ കൈകാര്യം ചെയ്യണം. അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഇഷ്യൂസിനും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഈ പരിപാടി ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.